കുപ്പയിലെ മാണിക്യം. മഞ്ഞുതുള്ളികൾ വാരി വിതറി വിറങ്ങലിച്ച് നിൽക്കുന്ന രാത്രി. കറുത്ത പുതപ്പ് വീട്ട് മൂടി പുതച്ച് കിടക്കുന്ന സുന്ദരമായ വാനിടം. പക്ഷെ തോമസിന് പുതയ്ക്കാൻ പുതപ്പോ കിടക്കാൻ വീടോ ഇല്ല. ഇട്ടിരിക്കുന്ന കീറിയ മുണ്ടുമിട്ട് സംതൃപ്തമായി തോമസ് ആ തണുപ്പിൽ കിടന്നുറങ്ങി. നാട്ടുകാർക്ക് മുന്നിൽ തോമസ് ഒരു ഭ്രാന്തനാണ്. അതെ, പൊട്ടൻ തോമസ് എന്നവൻ അറിയപ്പെട്ടു. ഭ്രാന്തനായതുകൊണ്ടോ ഭ്രാന്തനെ പോലെ പെരുമാറിയത് കൊണ്ടോ അല്ല. തോമസിൻ്റെ ദിനചര്യ ഇപ്രകാരമായിരുന്നു. അതിരാവിലെ ഉണർന്ന് കുളിച്ച് കഴുകി അലക്കിയ വസ്ത്രവും ധരിച്ച് പള്ളിയിലെത്തും. ഒരു നേരത്തെ ആഹാരം പോലും ആസ്വദിക്കാതെ പകലന്തിയോളം പണിയെടുക്കുന്നവനായിരുന്നു തോമസ്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും നീട്ടി വളർത്തിയ താടിയും മുടിയുമൊക്കെ നാട്ടുകാർക്ക് മുന്നിൽ തോമസിനെ ഒരു ഭ്രാന്തനാക്കി. രാപകലില്ലാതെയുള്ള അധ്വാനം, സമ്പാദ്യവുമില്ല, ആഹാരവുമില്ല. ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ പണം പാഴാക്കി കളയുന്ന പൊട്ടനും ഭ്രാന്തനുമായി നാട്ടുകാർ തോമസിനെ കണ്ടു. തോമസിന് ആരുമില്ല. അല്ല, അങ്ങനെയല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൻ, അമ്മ, മക്കൾ, എല്ലാവരും. നസറേത്തിലെ തിരുക്കുടുംബം പോലെ സ്നേഹം നിറഞ്ഞ കുടുംബം. സൂര്യാസ്തമയം പ്രാർത്ഥനകളാൽ നിറഞ്ഞ പ്രാർത്ഥനാമുറി. രുചിമേളങ്ങൾ നിറഞ്ഞു നിന്ന അടുക്കള. തോമസും ഭാര്യയും ഏറ്റവും നല്ല ചങ്ങാതിമാരെ പോലെയായിരുന്നു. മക്കളുടെ കളികൾ ആ വീട്ടിലെ ഓരോ മണൽ തരികളെയും ആനന്ദലഹരിയിലാക്കി. എന്നാൽ ആ സന്തോഷത്തിന് ആയുസ് തീരെയില്ലായിരുന്നു. തോമസ് പണിസ്ഥലത്തായിരുന്ന ഒരു പകൽ വിണ്ണാം അമ്മയുടെ ജഠരത്തിൽ നിന്നും നൂലിഴ പോലെ ഇറങ്ങുന്ന മഴയുടെ ശക്തി വളരെ കൂടി. വലിയൊരൊച്ച കേട്ട് എല്ലാവരും ഞെട്ടി. ഉരുൾപൊട്ടലായിരുന്നു. വളപട്ടണം ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയി. തോമസ് തൻ്റെ പ്രിയരെ കാണാൻ ഓടിയെത്തി. എന്നാൽ പെൻസിൽ കൊണ്ട് വരച്ച ചിത്രം പൂർണ്ണമായും മായ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെ ആ ഗ്രാമം മുഴുവനായി മാഞ്ഞു പോയിരിക്കുന്നു. തോമസ് ആദ്യമൊന്ന് അലറിക്കരഞ്ഞു. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായിട്ടും കുരിശിൽ മരിച്ച ഈശോയുടെ രൂപം അവന് ആശ്വാസം നൽകി. ഏകമകൻ്റെ കുരിശുമരണത്തിൽ തകർന്നു പോകാതെ ശിഷ്യന്മാർക്ക് ബലമായി മാറിയ പരിശുദ്ധ അമ്മ അവന് ശക്തി നൽകി. പിന്നീട് തോമസ് കരഞ്ഞിട്ടില്ല. ഒരു ചെറു പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന മുഖം. എന്നാൽ ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷം തോമസ് നാട്ടുകാർക്ക് പൊട്ടൻ തോമസായി മാറി. പള്ളിയിലെ സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയായിരുന്നു. സമ്മേളനത്തിനായി എല്ലാവരും പാരിഷ് ഹാളിൽ സമ്മേളിച്ചു. ജില്ലാ കളക്ടറും പിതാക്കന്മാരും ഒക്കെ സദസ്സിനെ അലങ്കരിച്ചു. 25 വയസ്സ് മാത്രം പ്രായമുള്ള അമൃത എന്ന ജില്ലാ കളക്ടർ പ്രസംഗത്തിനായി എഴുന്നേറ്റു. പ്രസംഗം നീണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് 20 വർഷം മുമ്പ് വളപട്ടണത്തുണ്ടായ ഉരുൾപൊട്ടലിനെ പറ്റി പറഞ്ഞു. തൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നവർ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച എനിക്ക് ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എന്നാൽ ക്രിസ്ത്യാനിയായ തോമസേട്ടനെ എനിക്കറിയാം. എൻ്റെ ദൈവം, അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അനാഥയായി എനിക്ക് പഠിക്കാൻ ആവേശം നൽകിയ, അതിനായി പണവും പ്രോത്സാഹനവും അപ്പൻ്റെ കരുതലും സ്നേഹവും തന്ന തോമസേട്ടൻ എൻ്റെ ദൈവം. അല്ല, ഞങ്ങൾ 7 മക്കളുടെ വളർത്തപ്പൻ. ഞാനിന്ന് നേടിയ IAS കാരണം അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്. കീറിയ കുപ്പായവും ഭക്ഷണവും ഒന്നും നോക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ കരുതലാണ് ഞാനും ഞങ്ങൾ 7 പേരും. ഇത് കേട്ടപ്പോൾ കൂടിയിരുന്നവർക്കൊരു സംശയം. നമ്മുടെ പൊട്ടൻ തോമസിനെ കുറിച്ചെങ്ങാനും ആണോ ഈ പറയുന്നത്? അവർ തോമസിനെ അവിടെയെല്ലാം നോക്കി. അൾത്താരയ്ക്ക് മുന്നിൽ ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുന്ന തോമസിനെ അവർ കണ്ടു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറുന്നതായി അവർക്ക് തോന്നി. സൂര്യ തേജസ്സോടെയുള്ള കിരീടവും സിംഹാസനവും ഒക്കെയായി നിൽക്കുന്ന തോമസിനെയാണ് അവിടെ അവർ കാണാൻ സാധിച്ചത്. അതെ, 7 മക്കളെ നന്നായി പഠിപ്പിക്കുവാൻ ഇത്രയും അധ്വാനം ആവശ്യമായിരുന്നു. ഗുണപാഠം: പുറമോടിയിൽ ആരെയും വിലയിരുത്തരുത്. പെട്ടെന്ന് പുഷ്പിക്കുന്ന 4 മണിച്ചെടികളേക്കാൾ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിക്കാണ് ആരാധകരേറെ. നന്മ ചെയ്യാം, നല്ലത് പറയാം, ഒരിക്കൽ പുഷ്പിക്കും, തീർച്ച.